നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സുഡാൻ, ഉക്രൈൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ലിയോ 14 പാപ്പ. വത്തിക്കാൻ സിറ്റിയിൽ നടന്ന ഞായറാഴ്ചത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെയാണ് പാപ്പയുടെ ആഹ്വാനം. മാസങ്ങളായി തുടരുന്ന സംഘർഷം മൂലം കടുത്ത ക്ഷാമം നേരിടുന്ന സുഡാനിലെ ജനതയുടെ ദുരിതത്തിൽ പാപ്പ ആശങ്ക പ്രകടിപ്പിക്കുകയും സാധാരണക്കാർക്ക് സഹായം എത്തിക്കുന്നതിനായി മാനുഷിക ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ വർദ്ധിച്ചുവരുന്ന സിവിലിയൻ മരണങ്ങളിലും നിരപരാധികളായ ഇരകളിലും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ മാർപ്പാപ്പ അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാനും അക്രമത്തിന്റെ വഴി ഉപേക്ഷിച്ച് സംഭാഷണത്തിലൂടെ സമാധാനത്തിന് വഴിയൊരുക്കാനും ആഹ്വാനം ചെയ്തു. ലിയോ 14 പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു. ലോകത്തിന് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തിൽ സെപ്റ്റംബർ 25 മുതൽ 28 വരെ നടക്കുന്ന യാത്രയിൽ പാപ്പ പാരീസ്, ലൂർദ്, മെറ്റ്സ് എന്നീ നഗരങ്ങൾ സന്ദർശിക്കും. ഫ്രഞ്ച് പ്രസിഡന്റിന്റെയും സഭാ നേതൃത്വത്തിന്റെയും യുനെസ്കോയുടെയും ക്ഷണപ്രകാരമാണ് പാപ്പയുടെ ഈ സന്ദർശനം. ഫ്രഞ്ച് പ്രസിഡന്റുമായും മറ്റു ഔദ്യോഗിക പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തുന്ന പാപ്പ നോട്ടർഡാം കത്തീഡ്രലിലെ പ്രാർത്ഥന, യുവജന സമ്മേളനം, കുടിയേറ്റക്കാർക്കായുള്ള ഭഗിത ഭവന സന്ദർശനം തുടങ്ങിയ പരിപാടികളിൽ പങ്കെടുക്കും. കൂടാതെ ലൂർദിലെ പ്രശസ്തമായ ജപമാല പ്രദക്ഷിണത്തിലും മെഡ്സിലെ സമാധാന സമ്മേളനത്തിലും സംബന്ധിച്ച ശേഷമായിരിക്കും പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങുക. ഫിലിപ്പീൻസിലെ കലപ്പൻ അപ്പസ്തോലിക വികാരിയത്തെ പൂർണ്ണരൂപതയായി ഉയർത്തി. കലപ്പാൻ സിറ്റിയിലെ സെന്റ് ബെനഡിക്ട് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ മോസ്റ്റ് റെവറൻഡ് മോയിസസ് എം ക്വിയാസ് പ്രഥമ മെത്രാനായി സ്ഥാനമേറ്റു. വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ചാൾസ് ജോൺ ബ്രൗൺ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കനത്ത മഴയും 5.8 തീവ്രതയുള്ള ഭൂചലനവും ഉണ്ടായെങ്കിലും നൂറുകണക്കിന് വിശ്വാസികൾ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കാനെത്തി. 1936 മിഷണറിമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഇപ്പോൾ ഈ പ്രദേശം സ്വയംഭരണാധികാരമുള്ള രൂപതയായി മാറിയത്. ഇതോടെ ഫിലിപ്പീൻസിലെ കത്തോലിക്ക സഭയിലെ ആകെ രൂപതകളുടെ എണ്ണം 60ആയി. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതിന്റെ 81ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക സമാധാനത്തിനായി 75 മണിക്കൂർ പ്രാർത്ഥനാ യജ്ഞത്തിന് ഹിരോഷിമ ബിഷപ്പ് അലക്സിസ് മിൽസരു ഷിരഹാമ നേതൃത്വം നൽകി. ഹിരോഷിമ ദിനമായ ഓഗസ്റ്റ് 6 ആരംഭിച്ച് നാഗസാക്കി ദുരന്ത ദിനമായ ഓഗസ്റ്റ് 9 ഈ പ്രാർത്ഥന സമാപിച്ചു. അണുബോംബ് ദുരന്തം ഇനിയൊരു തലമുറയ്ക്കും ഉണ്ടാകരുതെന്നും ആഗോളതലത്തിൽ അണുവായുധങ്ങൾ പൂർണ്ണമായും നിരോധിക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും സമാധാന പ്രവർത്തകരും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. വർദ്ധിച്ചുവരുന്ന ആഗോള സംഘർഷങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെയും അതിജീവനത്തിന്റെയും വലിയൊരു ഓർമ്മപ്പെടുത്തലായി ഈ പ്രാർത്ഥനായജ്ഞം മാറി. മറ്റം സെന്റ് തോമസ് ഫെറോന പള്ളിയിലെ CLCയുടെ ശതാബ്ദി വാർഷിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവകയിലെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സായാഹ്ന യാത്ര സംഘടിപ്പിച്ചു. പാലയൂർ തീർത്ഥാടന കേന്ദ്രം, ചാവക്കാട് ബീച്ച്, ഫാം വില്ല എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. അതോടൊപ്പം പ്രത്യേക സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു. വികാരി റവറൻഡ് ഫാദർ ഫ്രാൻസിസ് ആലൂർ, അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ ജിയോ വേലുക്കാരൻ, ആനിമേറ്റർ സിസ്റ്റർ ലിനി മരിയ, ശതാബ്ദി വാർഷികാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.